ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് പോഷ് പെർഫ്യൂംസ് എർബ പ്യൂര എന്ന പെർഫ്യൂമാണ്. ഈ പോഷ് പെർഫ്യൂംസ് എന്നുള്ളത് അൽനോയിമിന്റെ ഒരു സബ് ബ്രാൻഡാണ്. സാധാരണ കമ്പനിക്കാർ ഒരു പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷന് വേണ്ടിയിട്ട് ബ്രാൻഡുകൾ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇറക്കുന്ന ആ ഒരു പരിപാടി തന്നെയാണ് അൽനോയിമിൻ ചെയ്തിട്ടുള്ളത്. സോ അവരുടെ 100 ml പെർഫ്യൂംസ് ഇപ്പൊ ഈ ഒരു പേരിൽ വന്ന് കാണുന്നുണ്ട്. കുറച്ച് അധികം മോഡലുകൾ ഇതിൽ ഞാൻ കണ്ടു. ഒന്ന് രണ്ടെണ്ണം ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഫസ്റ്റ് എനിക്ക് കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ഇതായിരുന്നു, ഈ എർബ പ്യൂർ ആയിരുന്നു. ഇവിടെ എർബ പ്യൂർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് എടുക്കാനുള്ള കാര്യം എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഒന്ന് ഈ എർബ പ്യൂര എന്നുള്ള പെർഫ്യൂമിനോട് എനിക്കുള്ള ഇഷ്ടം, രണ്ടാമത്തത് ഈ ഒരു ഫ്രാഗ്രൻസ് ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ട് കാണുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്. അതായത് യൂണിസെക്സ് ആണ്, ഓൾ ഒക്കേഷൻസിലേക്കൊക്കെ പറ്റിയതാണ്. പിന്നെ അത്യാവശ്യം പ്ലീസിങ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് ഫ്രാഗ്രൻസ് ആണ് ഒറിജിനൽ എർബ പ്യൂരൊക്കെ ഉള്ളത്. സോ അതിന്റെ ക്ലോൺസ് മിക്ക കമ്പനിക്കാരും ഇപ്പൊ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കളർ കോഡിംഗ് ഒക്കെ എർബ പ്യൂരിന്റെ ഒറിജിനൽ സെർജോഫ് എർബ പ്യൂരിന്റെ ആ ഒരു ഡിസൈനിന് എടുത്തത് തന്നെയാണ്. സോ ഇത് അൽനോയിമിന്റെ വേർഷൻ ഓഫ് എർബ പ്യൂര. 999 ആണ് MRP. ബട്ട് ഒരു 690, 695, ചില സമയത്ത് 740 ഇങ്ങനെയൊക്കെയുള്ള പ്രൈസിന് കാണാറുണ്ട്. മിന്ത്രയെന്നും ആമസോണിന്നൊക്കെ വാങ്ങിക്കാം. അപ്പോ അതൊക്കെയാണ് ഇതിന്റെ പ്രൈസിങ്ങും കാര്യങ്ങളൊക്കെ. ഇനി ഓപ്പൺ ചെയ്താലേ ഇതാണ് കേട്ടോ പെർഫ്യൂം. ബോട്ടിലൊക്കെ നല്ല ബോട്ടിലാണ്, ഡിസൈനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ അൽനോയം എന്ന് എഴുതിയിട്ടുണ്ട്, കമ്പനീന്റെ പേര് അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് ഇങ്ങനെയാണോ ഓപ്പൺ ചെയ്യുക, ഇത് ഇങ്ങനെ പ്രസ് ചെയ്യലാണോ എന്നൊക്കെയാണ്. പക്ഷെ ഇതിവിടെ കൺഫ്യൂസിങ് ആക്കുകയാണ്. ഇത് ജസ്റ്റ് ഈ ഒരു ചെറിയ ക്യാപ്പ് ഓപ്പൺ ചെയ്താലാണ് ഇതിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഈ കോളറിനുള്ളിൽ ഇത് നിൽക്കുന്നുണ്ട്. ആറ്റമൈസർ ക്വാളിറ്റീസ് ഡീസെന്റ് എന്ന് പറയാം. വലിയ ഹൈപ്പ് ഒന്നും കൊടുക്കാനില്ല. അത് ഞാൻ അപ്ലൈ ചെയ്ത എന്റെ മുഖത്തോട്ടാ വന്നത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അതാണ് ഇതിന്റെ ബോട്ടിലിന്റെ കാര്യം. ഇനി പെർഫ്യൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സെർജോഫ് എർബ പ്യൂരിന്റെ ഫ്രാഗ്രൻസ് ഇപ്പോ ഒട്ടുമിക്ക ആൾക്കാർക്കും അതിന്റെ ഫ്രാഗ്രൻസ് കിട്ടിയിട്ടുണ്ടാവും നാട്ടിൽ നിന്ന്. കാരണം അതില് ഒരിത്തിരി നമ്മുടെ ഒരു ലാവൻഡർ ഊത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓയിൽ നമ്മുടെ നാട്ടിൽ കിട്ടാറുണ്ടല്ലോ, ഭയങ്കര ബീസ്റ്റ് മോഡായിട്ട് നിൽക്കുന്നത്. ആ ഒരു ഫ്രാഗ്രൻസ് എർബ പ്യൂരയിലുണ്ട്. അതായത് എർബ പ്യൂരന്റെ ഒരു 20-30% ഉള്ളിൽ കണ്ടിട്ട് ആ ഒരു ഫ്രാഗ്രൻസ് നമുക്ക് ഫീൽ ചെയ്യും. ബാക്കി കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ആ ഒരു ഫ്രൂട്ടി ഫ്രഷ്നെസ് ആണുള്ളത്. സോ അതേ ഒരു വൈബ് തന്നെയാണ് ഇതിലും ഉള്ളത്. അൽനോയിമും ഇൻട്രൊഡ്യൂസ് ചെയ്തതും അങ്ങനെ തന്നെയാണ്, ഒറിജിനലിന്റെ ക്ലോൺ ആയിട്ട് തന്നെയാണ്. സോ ഇതിന്റെ ഫ്രാഗ്രൻസ് പറയുകയാണെങ്കിൽ ഇതിൽ ഫ്രഷ്നെസ് ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ആ ഒരു ബബിൾ ഗമി ഫ്രൂട്ടി ഫ്രാഗ്രൻസ്, ചില ചുയിങ്കത്ത് നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്, ഒരു ഫ്രൂട്ടിനെസ് വന്നിട്ടുള്ള. അതിന്റെ കൂടെ നമുക്ക് ആ ലാവൻഡർ ഊത് പെർഫ്യൂം എന്ന് കിട്ടിയ ഊതല്ല, അത് ആക്ച്വലി ഒരു മസ്കി പ്ലസ് ഫ്രൂട്ടി ഒരു കോമ്പിനേഷൻ ആണത്. ആ ഒരു ചെറിയ സ്വീറ്റ്നെസ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ആ ഒരു ഫ്രാഗ്രൻസും ഇവിടെ ഉണ്ട്. ചെറുതായിട്ടൊരു ആംബർ ടച്ച് പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയാണ് ഇതുള്ളത്. ഇത് യൂണിസെക്സ് ആണ്, ഓൾ ഒക്കേഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. ഒറിജിനൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മുടെ ലാവൻഡർ റൂസ് ഒക്കെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ലാവൻഡർ റൂസ് കുറച്ചും കൂടി സെർജോഫിന്റെ അസെൻഡോ എന്ന് പറഞ്ഞൊരു പെർഫ്യൂം ആണ്, അതായിട്ട് ഒത്തിരി കൂടി കൂടുതൽ മാച്ചിങ് ആണ്. എനിക്ക് തോന്നുന്നു അതിനെ ഇൻസ്പയർ ചെയ്ത് കൊണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ ആ ഒരു വൈബ് നമുക്ക് എർബ പ്യൂരിലും കിട്ടാറുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെയും കിട്ടുന്നത്. ഞാനിപ്പോ അപ്ലൈ ചെയ്ത സ്ഥലത്തൊക്കെ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലാണ് കിട്ടുന്നത്. അതായത് അതിലേക്ക് പക്ഷേ ഒരു ഫ്രൂട്ടിനെസ് വന്നത്. അപ്പോൾ ഒരു ഫ്രൂട്ട്സിന്റെ ഒരു ഫ്രാഗ്രൻസ് ആണ് നല്ല രീതി എന്ന് എഴുതി. നമ്മുടെ ഒരു ബെറി ഫ്രാഗ്രൻസുകളുള്ള പെർഫ്യൂംസ് ഉണ്ടല്ലോ, നമ്മുടെ ഏതാ പറയാ, ഏതായിരുന്നു, ബോംഷെല്ലിന്റെ ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു വൈബ് അല്ല കേട്ടോ ഇത്. അതൊരു ഇത്തിരി കൂടി ഒരു സ്വീറ്റ്നെസ് കുറച്ച് കൂടുതലുള്ളതാണെങ്കിൽ ഇവിടെ ഒരു ഫ്രഷ് ഫ്രൂട്ടി ഒരു ടച്ചിലേക്കാണ് പോകുന്നത്. നമ്മൾ വേറെ ഇപ്പൊ ഫ്രഷ് ഫ്രൂട്ടി പറയുകയാണെങ്കിൽ നമ്മുടെ YSL EDP അതല്ലെങ്കിൽ ഇൻവിക്ടസ് ഇങ്ങനത്തെ ആ ഒരു കൈൻഡ് ഓഫ് പെർഫ്യൂംസ് കിട്ടുന്ന അങ്ങനത്തെ ഒരു ടച്ച് ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ കുറച്ച് മസ്കും പിന്നെ ഒരു ഫ്രഷ്നെസ്സും ആംബറും എല്ലാം കൂടി എക്സ്ട്രാ വന്നിട്ടുള്ളത്. അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ്. ഇത് വെരി പ്ലീസിങ് ആണ്, യൂണിസെക്സ് ആണ്, ഓൾ ഒക്കേഷൻസിലേക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പക്ഷെ ഇതിന് ഡെപ്ത് വളരെ കുറവാണ്. ഒരു ഫ്രാഗ്രൻസ് എന്ന് പറയുമ്പോൾ, എർബ പ്യൂരിന്റെ ഫ്രാഗ്രൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നല്ലൊരു ഡെപ്ത് പ്രതീക്ഷിക്കും. അത് ഇവിടെ ഇല്ല. ഇത് ഭയങ്കര ഒരു ഡൈല്യൂട്ടഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താ പറയാ, ഒരു ടോൺ ഡൗൺ വേർഷൻ ഓഫ് എർബ പ്യൂര, അങ്ങനെ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതായിട്ടാണ്, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇതൊരു 1 hour വരെ പ്രൊജക്ട് ചെയ്യുന്നുള്ളൂ. അവിടുന്ന് ഒരു
ഒരു 3.5 to 4 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതും നമ്മൾ ഡ്രസ്സിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ, ഇതുപോലെ കോട്ടൺ ഡ്രസ്സിന് അപ്ലൈ ചെയ്താൽ അപ് ടു 4 hours വരെ കിട്ടുന്നുണ്ട്. ഇൻഡോർ ആണെങ്കിൽ, പുറത്തു പോയാൽ അതും കിട്ടുന്നില്ല. സോ ഇതൊരു ഓക്കെ ഒരു ആവറേജ് പ്രൊഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബട്ട് ചില സമയത്ത് ഈ പ്രൊഡക്റ്റ് നല്ല റേറ്റ് കുറച്ച് വരുന്നുണ്ട്. ആ സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റും. ഫ്രാഗ്രൻസ് ഇഷ്ടമുള്ളവർക്ക്, ഈ അർബ പ്യൂരിന്റെ ഫ്രാഗ്രൻസ് മിക്ക ആൾക്കാർക്ക് ഇഷ്ടമാവും. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇതൊന്ന് എന്താ പറയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റാണ്. അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങൾ ഭയങ്കര പെർഫോമൻസ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. അതിനുള്ളതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇനി എന്റെ മാത്രം പ്രശ്നമാണോ എന്ന് അറിയില്ല. ഇതിൽ തന്നെ കുറെ വേർഷൻസ് വരുന്നുണ്ട്, ബ്ലൂബെറി മസ്കറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എങ്ങനെയുണ്ട് നോക്കണം. എന്തായാലും ഒരു അപ് ടു 4 hours വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ചെറിയ പ്രൈസിനൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ. അല്ലാതെ വെറുതെ ഇതിന് 800 900 ഒന്നും കളയണ്ട എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. സോ എനിവേസ്, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.